Dear students, this is a small session dealing with some points and MCQs from breathing and exchange of gases. ഇത് ഹ്യൂമൻ ഫിസിയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ 5 MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആൻഡ് മാർക്ക് ദി കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ആനിമൽസാണ്, രണ്ടാമത് റെസ്പിറേറ്ററി ഓർഗനാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബ്രീത്തിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ബ്രീത്തിങ്? ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഓക്സിജനുമാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ലങ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായ അൽവിയോളയിൽ വെച്ചിട്ടാണ്. ഏതൊക്കെ തമ്മിൽ? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഓക്സിജനും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് എവിടെ നിന്നാണ്? അൽവിയോളയിൽ നിന്ന് ടിഷ്യൂസിലോട്ട് ഓക്സിജനും ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളയിലോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇതാണ് ബ്രീത്തിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന 2 സ്റ്റെപ്പാണ്, ഇൻസ്പിറേഷനും അതുപോലെ തന്നെ എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തൊറാസിക് വോളിയം, നമ്മുടെ ബോഡിയുടെ തൊറാസിക് വോളിയം അത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ്. അപ്പോൾ വോളിയം കൂടുമ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ കുറയും. സോ ഇൻസ്പിറേഷൻ ടേക്സ് പ്ലേസ്. അതേസമയം ഈ ഡയഫ്രം അതുപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യുമ്പോൾ തൊറാസിക് വോളിയം കുറയും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ കൂടും. സോ എന്ത് നടക്കുന്നുണ്ട്? എക്സ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേസിൽ ഏതാണ്? ലങ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എർത്ത് വെയിൻ. അപ്പോൾ എർത്ത് വെയിൻ്റെ കേസിൽ റെസ്പിറേറ്ററി പ്രോസസ്സ് നടക്കുന്നത് അതിൻ്റെ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ബോഡി സർഫസിലൂടെയാണ് എന്ത് നടക്കുന്നത്? ബ്രീത്തിങ് പ്രോസസ്സ് നടക്കുന്നത്. രണ്ടാമത്തെ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൻ്റെ കേസിൽ ട്രക്കിയൽ ട്യൂബ്സ് ആണ്, ട്രക്കിയൽ ട്യൂബ്സ്. അടുത്ത് ഫിഷസിൻ്റെ കേസിൽ ഗിൽസ് ആണ്. ബേർഡ്സ്, റെപ്റ്റൈൽസ് എന്താണ്? ലങ്സ് ആണ്. അപ്പോൾ ബേർഡ്സും റെപ്റ്റൈൽസും അതുപോലെ മാമൽസിൻ്റെ കേസിലും ലങ്സ് ആണ്. ഫിഷസിൻ്റെ കേസിൽ ഗിൽസ് ആണ്. ഇനി ആംഫീബിയൻസിൻ്റെ കേസിലാണെങ്കിൽ, പ്രത്യേകിച്ച് ഫ്രോഗിൻ്റെ കേസിൽ അതിൻ്റെ ലാർവൽ സ്റ്റേജിൽ ഗിൽസാണ്. പക്ഷെ അത് അഡൾട്ട് ആകുമ്പോൾ അത് സ്കിൻ വഴിയും അതുപോലെ തന്നെ അതിന് ലങ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ ബക്കൽ ക്യാവിറ്റി, ലങ്സ്, സ്കിൻ, ഈ 3 അതിൻ്റെ ഓർഗൻസാണ്, റെസ്പിറേറ്ററി ഓർഗൻസാണ്. അതിൻ്റെ ലാർവൽ ഫോമിൻ്റെ കേസിലാണെങ്കിൽ ഗിൽസാണ്. അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ. ഓക്കെ, from the following relationships between respiratory volumes and capacities, mark the correct option. അതായത് റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ്. അതായത് നമുക്ക് പഠിക്കാൻ 4 റെസ്പിറേറ്ററി വോളിയംസും അതുപോലെ 5 റെസ്പിറേറ്ററി കപ്പാസിറ്റീസും ഉണ്ട്. അപ്പോൾ ഈ റെസ്പിറേറ്ററി വോളിയം അല്ലെങ്കിൽ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ദി എമൗണ്ട് ഓഫ് എയർ involved in breathing process, the amount of air involved in breathing process. ഇതാണ് ഈ റെസ്പിറേറ്ററി വോളിയം എന്നും റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 4 വോളിയം എന്താണെന്നും അതുപോലെ തന്നെ 5 കപ്പാസിറ്റീസ് എന്താണെന്നും നോക്കാം. ഓക്കെ, അപ്പോൾ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി വോളിയംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈഡൽ വോളിയം. അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ ദി എമൗണ്ട് ഓഫ് എയർ റിക്വയർഡ് ഫോർ നോർമൽ ബ്രീത്തിങ്. അപ്പോൾ നോർമൽ ബ്രീത്തിങ്ങിന് എന്തുമാത്രം എയർ ആവശ്യമുണ്ട്, അതാണ് ടൈഡൽ വോളിയം. അത് 500 ml ആണ്. അടുത്ത് IRV, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം.
അതായത് ഫോഴ്സിബിൾ ഇൻസ്പിറേഷന് എന്തുമാത്രം എയർ ആവശ്യമാണ്, ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അതാണ് IRV. 2500 ml ടു 3000 ml ആണ്. അടുത്ത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം അത് ഫോഴ്സിബിൾ എക്സ്പിറേഷന് എന്തുമാത്രം എയർ ആവശ്യമാണ്, അതായത് 1100 to 1000 to 1100 1000 to 1100 ആണ് ERV എന്ന് പറയുന്നത്. അടുത്ത് റെസിഡ്യുവൽ വോളിയം, അതായത് ദി എമൗണ്ട് ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ദി എമൗണ്ട് ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ, അതാണ് റെസിഡ്യുവൽ വോളിയം. അത് 1100 to 1200 ml ആണ്. അപ്പോൾ ഇതാണ് 4 റെസ്പിറേറ്ററി വോളിയംസ്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് എന്ന് പറയാം. റെസ്പിറേറ്ററി കപ്പാസിറ്റി, അതായത് IC എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസ്പിറേഷൻ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. EC എന്ന് പറയുമ്പോൾ എക്സ്പിറേഷൻ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. FRC എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ദി എമൗണ്ട് ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ IC എന്ന് പറയുമ്പോൾ TB + IRV, EC എന്ന് പറയുമ്പോൾ TB + ERV, FRC എന്ന് പറയുമ്പോൾ ERV + RV. അടുത്ത് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ ഫോളോഡ് ബൈ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ, അല്ലെങ്കിൽ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ ഫോളോഡ് ബൈ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് TB + IRV + ERV. അടുത്തത് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ്സ്, അല്ലെങ്കിൽ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദി ലങ്സ് ആഫ്റ്റർ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ഫോഴ്സിബിൾ ഇൻസ്പിറേഷന് ശേഷം എന്തുമാത്രം എയർ ലങ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് VC, അതായത് വൈറ്റൽ കപ്പാസിറ്റി + RV. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയംസും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസായ കപ്പാസിറ്റീസ്. അപ്പോൾ ഇവിടെ ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആൻസർ ഏതാണ്? B ആണ്. അതായത് ഫസ്റ്റ് കറക്റ്റാണ്, ഫസ്റ്റ് ഇൻകറക്റ്റാണ്, സെക്കൻഡ് കറക്റ്റാണ്, തേർഡ് ഇൻകറക്റ്റാണ്, ഫോർത്ത് കറക്റ്റാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡെലിവേർഡ് ടു ദി അൽവിയോളെ ത്രൂ എവരി 100 ml ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലൂടെ അൽവിയോളയിലോട്ട് എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അതായത് ആൻസർ 4 ml ആണ്. 4 ml. അപ്പോൾ അൽവിയോളേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത് ടിഷ്യൂസിലോട്ട് ഓക്സിജൻ. അപ്പോൾ ടിഷ്യൂസിലോട്ട് ഓക്സിജൻ, അതായത് 100 ml ഓഫ് ഓക്സിജൻ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 5 ml ആണ്. അപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ അത് ടിഷ്യൂസിലോട്ട് 5 ml, കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളിലോട്ടാണെങ്കിൽ അത് ഡീഓക്സിജൻ ബ്ലഡിലൂടെ ആണെങ്കിൽ 4 ml ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ്? അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് 3 തരത്തിലാണ്. ഒന്ന് ഡിസോൾഡ് സ്റ്റേറ്റ്, പ്ലാസ്മയിലൂടെ ഡിസോൾഡ് സ്റ്റേറ്റിലും. മറ്റൊന്ന് എന്തായിട്ടാണ്? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് RBCയിലൂടെയും. പിന്നെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ബൈകാർബണേറ്റ് ആയിട്ടാണ്. അപ്പോൾ ബൈകാർബണേറ്റ് ആയിട്ട് 70% ആണ്. ബൈകാർബണേറ്റ് ആയിട്ട് 70%, 7% ഡിസോൾഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ, 7%.
അടുത്ത് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് 20-25%. അപ്പോൾ 70% ബൈകാർബണേറ്റ്, 7% ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ, കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് 20-25%. അതേസമയം ഓക്സിജൻ ആണെങ്കിൽ 97% ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 3% ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂമോടാക്സിക് സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ. അപ്പോൾ എന്താണ് ഈ ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പറയുന്നത്? അപ്പോൾ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറൽ മെക്കാനിസംസ് ആണ്. ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറൽ മെക്കാനിസംസ് ആണ് ഈ ന്യൂമോടാക്സിക് സെൻറ്റർ എന്നും അതുപോലെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. അതിൽ മെയിനാണ്, അതായത് നോർമൽ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. അപ്പോൾ ആ റെസ്പിറേറ്ററി റിതം സെൻറ്റർ കാണുന്നത് ബ്രെയിനിലെ മെഡുല്ല റീജിയനിലാണ് കാണുന്നത്. അത് നോർമൽ ബ്രീത്തിങ്ങിന്. ഇനി ഈ ബ്രീത്തിങ്ങിനെ മോഡറേറ്റ് ചെയ്യുന്നത്, അതായത് അത് ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, അതായത് ഇതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഇൻസ്പിറേഷൻ്റെയും അതുപോലെ എക്സ്പിറേഷൻ്റെയും ഡ്യൂറേഷൻ കുറയുമ്പോൾ നമ്പർ ഓഫ് ബ്രീത്തിങ് കൂടും. അത് പോസിബിൾ ആക്കുന്നതാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇത് കാണുന്നത് ഫോൺസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമ്മുടെ മൊത്തം ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്. In this session, we are discussing some points and MCQs related with the body fluids and circulation. അപ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ദറ്റ് ഈസ് ട്രാൻസ്പോർട്ടാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, അതുപോലെ ഹോർമോൺസ്, അതുപോലെ എലിമിനേഷൻ ഓഫ് നൈട്രോജീനിയസ് വേസ്റ്റ്. ഇതെല്ലാം തന്നെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സ് പ്രധാനമായിട്ട് ബ്ലഡും ലിംഫുമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ദോസ് ഓഫ് കോളം 2. അപ്പോൾ കോളം 1 കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ബ്ലഡ് സെൽസ്. നമുക്ക് ബ്ലഡിൻ്റെ കേസിൽ ബ്ലഡിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ബ്ലഡിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാസ്മ പാർട്ടാണ്. അതായത് 55% പ്ലാസ്മയാണ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസാണ്. ബാക്കി വരുന്ന 45% അതാണ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയും. അപ്പോൾ ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് കോർപ്പസൽസ് അത് പ്രധാനമായിട്ട് RBC, WBC, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് RBC അല്ലെങ്കിൽ എർത്രോസൈറ്റ്സ് എന്ന് പറയും. രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്, ത്രോംബോസൈറ്റ്സ്. മൂന്നാമത് വരുന്നതാണ് WBC, അതായത് ല്യൂക്കോസൈറ്റ്സ്. ഈ ല്യൂക്കോസൈറ്റ്സ് ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസും ഇസിനോഫിൽസും ബേസോഫിൽസ്. ഗ്രാനുലോസൈറ്റ്സിനാണ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും വരുന്നത്. ലിംഫോസൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, ബി ലിംഫോസൈറ്റ്സും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള WBCയും അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4th ഓപ്ഷനാണ്. ആൻസർ 4th ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂട്രോഫിൽസ്.
ന്യൂട്രോഫിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 60-65% ആണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള WBC എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രോഫിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്രോഫിൽസ്. രണ്ടാമത്തത് ബേസോഫിൽസ്. ബേസോഫിൽസ് എന്ന് പറയുമ്പോൾ അത് 0.5-1% ആണ്. അതാണ് ഏറ്റവും കുറവ്. നെക്സ്റ്റ് ഈസിനോഫിൽസ്. ഈസിനോഫിൽസ് 2-3% ആണ്. 2-3%. അടുത്തത് മോണോസൈറ്റ്സ്. മോണോസൈറ്റ്സ് 6-8% ആണ്. അടുത്തത് ലിംഫോസൈറ്റ്സ്. അത് 20-25% ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന WBC എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രോഫിൽസ്. അപ്പോൾ ഈ 5 ടൈപ്സിൽ ഈ ന്യൂട്രോഫിൽസും അതുപോലെ തന്നെ മോണോസൈറ്റ്സ് അതിൻ്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് രണ്ടും ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് ഇമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൺഫർ ചെയ്യുന്ന സെല്ലാണ് ലിംഫോസൈറ്റ്സ്. ഈ ബ്ലഡ് സെൽസ് എല്ലാം തന്നെ ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. അപ്പോൾ ലിംഫോസൈറ്റ്സ് അവിടെ തന്നെയാണ്. അപ്പോൾ ചില ലിംഫോസൈറ്റ്സ് അവിടെ ഇരുന്ന് തന്നെ മെച്ചറാക്കും, അത് ആൻറ്റിജൻ സെൻസിറ്റീവ് ആക്കും. അതിനെയാണ് ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയും. ചില ലിംഫോസൈറ്റ്സ് തൈമസിൽ പോയിട്ടാണ് മെച്ചറാകുന്നത്, അതിനെയാണ് ടി ലിംഫോസ്. അപ്പോൾ ലിംഫോസൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും കൺസേൺഡ് വിത്ത് ഇമ്മ്യൂണിറ്റി. അടുത്തത് ഈ ഇസിനോഫിൽസ്. അത് അലർജിക് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരണം. അലർജിക് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം ഇസിനോഫിൽസ്. പിന്നെ ബേസോഫിൽസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ബേസോഫിൽസ്. അപ്പോൾ ഇതാണ് 5 ടൈപ്സ് ഓഫ് WBCസും അതിൻ്റെ പെർസെൻറ്റേജുമാണ്. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് പി വേവ് ഇൻ ECG ഇൻഡിക്കേറ്റ്സ്. അതായത് ECG എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദി ഹാർട്ട്. അതായത് ഹാർട്ടിൻ്റെ ആക്ഷൻസ് നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. അപ്പോൾ ECGക്ക് പ്രധാനപ്പെട്ട 3 ടൈപ്പ് വേവ്സ് ആണ്: പി വേവ്, QRS, അതുപോലെ ടി വേവ്. പി വേവ്, QRS, അതുപോലെ ടി വേവ്. പി വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏട്രിയയുടെ കൺട്രാക്ഷനെയാണ്. ഏട്രിയയുടെ കൺട്രാക്ഷനെയാണ് പി വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഏട്രിയൽ സിസ്റ്റോൾ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയയാണ് അത് വരുന്നത്. അത് ഏട്രിയൽ സിസ്റ്റോൾ, ഏട്രിയയുടെ കൺട്രാക്ഷൻ. QRS എന്ന് പറയുമ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ അതായത് വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, അതാണ് QRS. ഇനി വെൻട്രിക്കിളിൻ്റെ റിലാക്സേഷൻ, അതായത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, അതാണ് ടി വേവ്. അപ്പോൾ പി വേവ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ് QRS ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ടി വേവ് എന്ന് പറയുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കാർഡിയാക് ഇമ്പൾസ് ഈസ് ഇനിഷ്യേറ്റഡ് ആൻഡ് കണ്ടക്റ്റഡ് ഫർദർ അപ് ടു വെൻട്രിക്കിൾ. ദി കറക്റ്റ് സീക്വൻസ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ഈസ്. അതായത് നോഡൽ മസ്കുലേച്ചർ, അതായത് ഹാർട്ടിൻ്റെ വേവ് ജനറേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് തന്നെയാണ്. അതായത് SA നോഡിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് SIN അല്ലെങ്കിൽ SA നോഡിനെ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേവ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? SIN. ആ SINൽ നിന്ന് അത് എവിടെ എത്തുന്നു? AV നോഡ്. അവിടെ നിന്ന് AV ബണ്ടിൽ, അവിടെ നിന്ന് Purkinje ഫൈബേഴ്സ്. അപ്പോൾ ഇതിൽ സി ഓപ്ഷനാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. റൈറ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയ, അതായത് റൈറ്റ് കോർണർ, അപ്പർ റൈറ്റ് കോർണറിൻ്റെ, അതായത്
അപ്പോൾ ഇതിൽ റൈറ്റ് ഏട്രിയം, ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെ ഈ കോർണർ ഇവിടെയാണ് SAN കാണുന്നത്. ഇവിടെ ഇതിൽ നിന്ന് എവിടെ എത്തുന്നു? ഇവിടെ ലെഫ്റ്റ് കോർണർ, താഴത്തെ ലെഫ്റ്റ് കോർണർ, അവിടെയാണ് AVN കാണുന്നത്. എന്നിട്ട് അത് 2 ബ്രാഞ്ചസ് ഇങ്ങനെ ഉണ്ടാകും ഇതിലൂടെ. എന്നിട്ട് അത് ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ മാറുന്നു. അപ്പോൾ ഇവിടെയാണ് SAN, ഇത് AVN, ഇതിലൂടെ പാസ് ചെയ്യുന്നത് AV ബണ്ടിൽ, ഇത് Purkinje ഫൈബർ. ഈ AV ബണ്ടിലും അതുപോലെ Purkinje ഫൈബേഴ്സും കൂടെ ചേർന്നിട്ടാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 3rd ഓപ്ഷനാണ്. അതായത് SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, Purkinje ഫൈബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡബിൾ സർക്കുലേഷൻസ് ആർ നോർമലി കംപ്ലീറ്റഡ് ബൈ ഹ്യൂമൻ ഹാർട്ട് ഇൻ 1 minute? അതായത് ഡബിൾ സർക്കുലേഷൻ, അതായത് ഒരു ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതൊരു കാർഡിയാക് സൈക്കിളാണ്. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് ചേമ്പേഴ്സ്, അതായത് സിസ്റ്റോൾ ഫോളോഡ് ബൈ ഡയാസ്റ്റോൾ, ഇതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സിമ്പിളായിട്ട് ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ 1 മിനിറ്റിൽ എത്ര കാർഡിയാക് സൈക്കിളാണ് നടക്കുന്നത്? 72. അപ്പോൾ ഡബിൾ സർക്കുലേഷൻ ആണെങ്കിലും ഹാർട്ട് ബീറ്റ് ആണെങ്കിലും കാർഡിയാക് സൈക്കിൾ ആണെങ്കിലും 72 ആണ്. അപ്പോൾ ആൻസർ 72. ഓക്കെ, ഡി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the columns 1 and 2 and choose the correct combination from the options given. അത് ഇപ്പോൾ കോളം 1 കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള സർക്കുലേഷനാണ്, ബ്ലഡിൻ്റെ സർക്കുലേഷൻ. അതിന് എക്സാമ്പിൾസാണ് കോളം 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഓപ്ഷൻ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം തന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ ഓപ്ഷൻസ് പറയുന്നത്. അപ്പോൾ എ, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ കാണുന്നത് റെപ്റ്റൈൽസിലാണ്. അത് റെപ്റ്റൈൽസിൽ മാത്രമല്ല, റെപ്റ്റൈൽസിലും ആംഫീബിയൻസിലും ഏത് കാണുന്നുണ്ട്? ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. റെപ്റ്റൈൽസിലും ആംഫീബിയൻസിലും 3 ചേമ്പേർഡ് ഹാർട്ടാണ്, 2 ഏട്രിയും 1 വെൻട്രിക്കിളുമാണ്. അപ്പോൾ വെൻട്രിക്കിൾ പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന മിക്സഡ് ബ്ലഡാണ്. അപ്പോൾ അതിൽ ഈ റെപ്റ്റൈൽസിൻ്റെ കേസിൽ ക്രോക്കഡൈൽ, അത് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അപ്പോൾ ക്രോക്കഡൈലിൻ്റെ കേസിൽ ഡബിൾ സർക്കുലേഷനാണ്, അവിടെ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ ക്രോക്കഡൈൽ ഒഴിച്ചുള്ള റെപ്റ്റൈൽസും ആംഫീബിയൻസിലും 3 ചേമ്പേർഡ് ഹാർട്ടാണ്, അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. അടുത്തത് ഏതാണ്? ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ വരുന്നത് മാമൽസിൽ ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ മാമൽസിലും അതുപോലെ തന്നെ ബേർഡ്സിനും രണ്ടിലും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അപ്പോൾ മാമൽസിലും ബേർഡ്സിലും 4 ചേമ്പേർഡ് ഹാർട്ടാണ്, അവിടെ ഡബിൾ സർക്കുലേഷനാണ്. ദെൻ സിംഗിൾ സർക്കുലേഷൻ കാണുന്നത് ഫിഷസിൽ 2 ചേമ്പേർഡ് ഹാർട്ടാണ്, ഒരു ഏട്രിയും 1 വെൻട്രിക്കിളുമാണ്. അപ്പോൾ അവിടെ സിംഗിൾ സർക്കുലേഷൻ ഫിഷസിൽ. അപ്പോൾ ഫിഷസിൽ സിംഗിൾ സർക്കുലേഷൻ, ആംഫീബിയൻസിലും അതുപോലെ റെപ്റ്റൈൽസിലും ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, ബേർഡ്സിലും മാമൽസിലും ഡബിൾ സർക്കുലേഷൻ. ഇനി ക്ലോസ്ഡ് സർക്കുലേഷൻ പറയുന്നത് കോർഡേറ്റ. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സർക്കുലേഷൻ? അതിന് ഓപ്പോസിറ്റാണ് ഓപ്പൺ സർക്കുലേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്കുലേഷനിൽ കാപ്പിലറീസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് മസ്റ്റാണ്, കാപ്പിലറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കോർഡേറ്റ വരും. അപ്പോൾ ആൻസർ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ആ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, ന്യൂട്രിയൻസ്, ഹോർമോൺസ്, അതുപോലെ എലിമിനേഷൻ ഓഫ് നൈട്രോജീനിയസ് വേസ്റ്റ്, ഇതൊക്കെയാണ് അതിനകത്ത് വരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ബ്ലഡ്, പിന്നെ വരുന്നത് ലിംഫാണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ബാക്കിയുള്ള സമാനമായ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. ഡിയർ സ്റ്റുഡൻസ്, ഇൻ ദിസ് സെഷൻ we are discussing some points and
MCQs related with the excretory products and their elimination. അപ്പോൾ എന്താണ് എക്സ്ക്രീഷൻ, അതുപോലെ തന്നെ എന്താണ് ഓസ്മോ റെഗുലേഷൻ? അപ്പോൾ എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ദി ബോഡി. അപ്പോൾ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി മെറ്റീരിയൽ, അപ്പോൾ അമോണിയ ആണെങ്കിലും തന്നെ, അതുപോലെ യൂറിയ, അതുപോലെ യൂറിക് ആസിഡ്, ഇതെല്ലാത്തിലും നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് എന്ന് എക്സ്ക്രീഷനെ പറയുന്നത്. അതേസമയം ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലൂയിഡ് അയണിക് ബാലൻസ്, ഫ്ലൂയിഡ് അയണിക് ബാലൻസ് വിത്തിൻ ദ ബോഡി, അതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയും. അപ്പോൾ ഓസ്മോ റെഗുലേഷൻ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കൺട്രാക്റ്റൈൽ വാക്യൂം, കൺട്രാക്റ്റൈൽ വാക്യൂം. അതുപോലെ എക്സ്ക്രീഷൻ ആണെങ്കിലും ശരി തന്നെ കൺട്രാക്റ്റൈൽ വാക്യൂം, അതായത് ഏറ്റവും ചെറിയ, അതൊരു സെൽ ഓർഗനലാണ്. അപ്പോൾ അവിടെ നിന്ന് അത് ട്യൂബുലാർ സ്ട്രക്ചേഴ്സായിട്ട് മാറും. അതായത് ഇപ്പോൾ ഫ്ലെയിം സെൽസ് ആണെങ്കിലും ശരി തന്നെ, നെഫ്രിഡി ആണെങ്കിലും, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്സ്, ഇതെല്ലാം തന്നെ സിമ്പിൾ ട്യൂബുലാർ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. അതേസമയം കിഡ്നി എന്ന് പറയുമ്പോൾ അത് മോർ കോംപ്ലക്സ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ആ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നെഫ്രോണാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻ ഹ്യൂമൻ കിഡ്നി ഈസ്. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അപ്പോൾ അതായത് യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്യൂബുലാർ റീ അബ്സോർഷൻ, മൂന്നാമത്തെ ട്യൂബുലാർ സെക്രേഷൻ. അപ്പോൾ റീനൽ ട്യൂബ്യൂൾ, അതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. അപ്പോൾ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഡബിൾ വാൾഡ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ലൂമനിലോട്ട് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു, അതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൂമനിലോട്ട് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. ആ പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പോൾ അതിൻ്റെ റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 125 ml പെർ മിനിറ്റാണ്, അല്ലെങ്കിൽ 180 ലിറ്റർ എ ഡേ. അപ്പോൾ 125 ml പെർ മിനിറ്റ് അല്ലെങ്കിൽ 180 ലിറ്റർ പെർ ഡേ. ഓക്കെ, the next question, match the items in column 1 with those of column 2. അപ്പോൾ കോളം 1-ലെല്ലാം ഓർഗാനിസംസും കോളം 2-ൽ ടൈപ്പ് ഓഫ് മോഡ് ഓഫ് എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ്, അതിൻ്റെ പ്രോസസ്സിൻ്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. അമോണോടീലിസം, യുറിക്കോടീലിസം, യൂറിയോടീലിസം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതായത് ബി ഓപ്ഷനാണ്. ആൻസർ ബി ഓപ്ഷൻ. അതായത് അക്വാട്ടിക് ആംഫീബിയൻസ്. അപ്പോൾ അക്വാട്ടിക് ആംഫീബിയൻസും അതുപോലെ തന്നെ അക്വാട്ടിക് ഇൻസെക്ട്സും അതുപോലെ മെനി ബോണി ഫിഷസ്. അപ്പോൾ മെനി ബോണി ഫിഷസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, അതുപോലെ അക്വാട്ടിക് ആംഫീബിയൻസ് എല്ലാം തന്നെ ഏതാണ്? അമോണോടീലിസം. അടുത്തത് ഏതാണ്? ബി. അതുപോലെ തന്നെ സിയും 2 ആണ്. അതായത് ലാൻഡ് സ്നെയിൽസ്, അതുപോലെ റെപ്റ്റൈൽസ്. ലാൻഡ് സ്നെയിൽസും അതുപോലെ റെപ്റ്റൈൽസും വരുന്നത് ഏതാണ്? യുറിക്കോടീലിസം. അതുപോലെ ഇതിനകത്ത് ഇൻസെക്ട്സും ബേർഡ്സും വരും. അപ്പോൾ ലാൻഡ് സ്നെയിൽസ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇതെല്ലാം തന്നെ യുറിക്കോടീലിസം. അടുത്തത് മറൈൻ ഫിഷസ്, മാമൽസ്. മറൈൻ ഫിഷസും മാമൽസ്. അതുപോലെ ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, ഇതെല്ലാം തന്നെ വരുന്നത് യൂറിയോടീലിസം. അപ്പോൾ ആൻസർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സിംഗിൾ നെഫ്രോൺ? അതായത് സിംഗിൾ നെഫ്രോണിൻ്റെ പാർട്ട് അല്ലാത്തത്. അതായത് ഇപ്പോൾ ഒരു നെഫ്രോൺ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട 2 പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ഗ്ലോമറുലസ്, മറ്റൊന്ന് റീനൽ ട്യൂബ്യൂൾ. ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. അത് കാണുന്നത് ബോമൻസ് ക്യാപ്സ്യൂളിനകത്താണ്. ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ റീനൽ ട്യൂബ്യൂളിൻ്റെ ആദ്യ പാർട്ടാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ അത് ഡബിൾ ബാൾഡ് സ്ട്രക്ചറാണ്. അതിന് ഫോളോ ചെയ്ത് വരുന്നതാണ് പി സി ടി. പി സി ടി കഴിയുമ്പോൾ പിന്നെന്താണ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ് കഴിയുമ്പോൾ ഡി സി ടി. കുറേ ഡി സി ടീസ് വന്ന് ചേരുന്ന ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ് കളക്റ്റിംഗ് ഡക്ട്. അപ്പോൾ കളക്റ്റിംഗ് ഡക്ട് എന്ന് പറയുമ്പോൾ ഒരു നെഫ്രോണിന് മാത്രമായിട്ടല്ല, കുറേ നെഫ്രോൺസിൻ്റെ ഡി സി ടീസ് വന്ന് ചേരുന്ന ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ് കളക്റ്റിംഗ് ഡക്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഡി, കളക്റ്റിംഗ് ഡക്ട് ആണ്. Okay, next question. Match the columns 1 and 2 and choose the correct combination from the options given. കോളം 1-ലാണെങ്കിൽ പ്രോസസ്സാണ്, അത് ചില സ്ട്രക്ചേഴ്സും ഉണ്ട്. അതേസമയം കോളം 2-ൽ കൊടുത്തിരിക്കുന്നത് പ്രോസസ്സുമുണ്ട്, അതുപോലെ സ്ട്രക്ചേഴ്സുമുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്, സി ഓപ്ഷൻ. അപ്പോൾ അതിൽ ആദ്യത്തേത് വാട്ടർ റീഅബ്സോർപ്ഷൻ. വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എ ഡി എച്ച്. എ ഡി എച്ച് എന്ന് പറയുമ്പോൾ വാസോപ്രസിൻ എന്ന ഹോർമോണിനെയാണ് എ ഡി എച്ച് എന്ന് വിളിക്കുന്നത്. അതായത് വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും, ഈ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇത് ഡൈയൂറസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് വാസോപ്രസിൻ ഡൈയൂറസിസ്, വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ എ ഡി എച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വാട്ടർ റീഅബ്സോർപ്ഷനെ സഹായിക്കുന്നു. സെക്കൻഡ്, എ എൻ എഫ്. എ എൻ എഫ് എന്ന് വെച്ചാൽ ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, അതായത് ഹാർട്ടിൻ്റെ ഏട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അതായത് ഇത് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നു. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കണമെങ്കിൽ ബ്ലഡ് വെസൽസ് അത് ഡയലേറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ അത് വാസോ ഡയലേഷൻ. അടുത്തത് ഡയലേസിങ് മെംബ്രെയിൻ. ഡയലേസിങ് മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലോഫെയിനാണ്. സെല്ലോഫെയിൻ എന്ന് പറയുമ്പോൾ ഒരു പോറസ് സ്ട്രക്ചറാണ്, അതായത് സെല്ലുലോസ് മെറ്റീരിയലാണ്, സെല്ലോസിക് മെറ്റീരിയലാണ് സെല്ലോഫെയിൻ. അത് പോറസ് നേച്ചറുണ്ട്. അപ്പോൾ ഡയലേസിങ് കേസിൽ ആ ഡയാലിസിസ് നടക്കുമ്പോൾ അതിനകത്ത് ഡയലേസിങ് ഫ്ലൂയിഡിനകത്തുകൂടെ നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്നത് ഈ സെല്ലോഫെയിൻ കൊണ്ടുള്ള ട്യൂബിലൂടെയാണ്. അപ്പോൾ അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള യൂറിയ, അത് നൈട്രോജീനിയസ് വേസ്റ്റ് ഡയലേസിങ് ഫ്ലൂയിഡിലോട്ട് പാസ് ചെയ്യും. അങ്ങനെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ അതാണ് ഈ സെല്ലോഫെയിൻ പേപ്പറിൻ്റെ പ്രത്യേകത ഇവിടെ. ഓക്കെ, അടുത്തത് ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 ഇതാണ് അഡ്രിനൽ കോർട്ടെക്സ്. അതായത് അഡ്രിനൽ കോർട്ടെക്സിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൽഡോസ്റ്റിറോൺ വാട്ടർ റീഅബ്സോർപ്ഷനെയും അത് സോഡിയം റീഅബ്സോർപ്ഷനെയും പോസിബിൾ ആക്കുന്നുണ്ട്. ഈ ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ JGA, ജസ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെനിൻ. ഈ റെനിൻ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1ഉം 2ഉമാക്കി മാറ്റും. 2 എന്ന് പറയുന്നത് ഒരു പവർഫുൾ വാസോ കൺസ്ട്രിക്ടറാണ്. അപ്പോൾ BP കൂട്ടുന്നു, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റും കൂടും. ഒപ്പം തന്നെ ആൻജിയോടെൻസിൻ 2 അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ പോസിബിൾ ആക്കും. അപ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഫോൾസ്? അപ്പോൾ എ ഓപ്ഷൻ, നൈട്രോജീനസ് വേസ്റ്റ് are passively reabsorbed in the proximal convoluted tubule.
അപ്പോൾ നൈട്രോജീനിയസ് വേസ്റ്റ്, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് ബ്ലഡും തമ്മിൽ വലിയ വ്യത്യാസം കാണില്ല. അത് 99% എങ്ങോട്ട് വരുന്നുണ്ട്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലോട്ട് വരുന്നു. പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് അത് 4 times കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം എന്തായിട്ട് മാറുന്നത്? യൂറിനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബ്ലഡും യൂറിനും തമ്മിലുള്ള ആ കെമിക്കൽ കോമ്പോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രമാത്രം അവിടെ ആ ട്രാൻസ്പോർട്ടിനകത്ത് റീഅബ്സോർഷനും അതുപോലെ തന്നെ സെക്രീഷനും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൈട്രോജീനിയസ് വേസ്റ്റ് എന്താണ്? പാസീവിൽ എവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു? കൂടുതലായിട്ടും എവിടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? PCTയിലാണ്. അപ്പോൾ അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ പ്രോട്ടീൻ ഫ്രീ ഫ്ലൂയിഡ് ഈസ് ഫിൽട്ടേർഡ് ഫ്രം ബ്ലഡ് പ്ലാസ്മ ഇൻ ടു ദി ബോമൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുമ്പോൾ ഈ പ്ലാസ്മയിൽ ഏതാണ്? പ്രോട്ടീൻ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതും കറക്റ്റാണ്. പിന്നെ DCT ആൻഡ് കളക്റ്റിംഗ് ഡക്ട് കോൺസെൻട്രേറ്റ് ദി ഫിൽട്രേറ്റ് അബൌട്ട് 4 times. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഡി ഓപ്ഷൻ, 70 to 80% of the electrolytes and water are reabsorbed by the segment of Henle's loop. അപ്പോൾ അത് ഹെൻലീസ് ലൂപ്പിലല്ല. ഹെൻലീസ് ലൂപ്പിൽ എന്താണ്? അബ്സോർഷൻ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് കൂടുതലാണ്. 70 to 80% നടക്കുന്നത് എവിടെയാണ്? PCTയിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് PCT ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ ഈ ചാപ്റ്ററിനകത്ത് 5 questions ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ടോപ്പിക്സ് തറവാകും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് dear students. In this section we are discussing some points and MCQs related with neural control and coordination. അപ്പോൾ നമ്മൾ ഓർഗാനിസം, അതായത് നമ്മൾ ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റമുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ലോക്കോമോഷൻ, അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമുണ്ട്, സ്കെലറ്ററി സിസ്റ്റമുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റമുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റമുണ്ട്. ഇങ്ങനെ പല സിസ്റ്റംസും ഉണ്ട്. പക്ഷേ ഓരോ സിസ്റ്റംസും ഓരോ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുമെങ്കിലും അൾട്ടിമേറ്റായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന 2 സിസ്റ്റംസാണ്. ഒന്ന് എൻഡോക്രൈൻ സിസ്റ്റവും മറ്റൊന്ന് ന്യൂറൽ സിസ്റ്റവും. ന്യൂറൽ സിസ്റ്റം ത്രൂ ന്യൂറോൺസും എൻഡോക്രൈൻ സിസ്റ്റം ത്രൂ ഹോർമോൺസുമായിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ കോർഡിനേഷനാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നോ അതിലധികമോ ഓർഗൻസ് അല്ലെങ്കിൽ സിസ്റ്റംസ് എന്താ ചെയ്യുന്ന ഒരു ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദി 2 cerebral hemispheres are joined by a thick band of nerve fibers അല്ലെങ്കിൽ nerves called ഓപ്ഷൻസ് കോർപ്പസ് കലോസം, കോർപ്പസ് സ്പോഞ്ചിയോസം, കോർപ്പസ് സ്ട്രയേറ്റം, കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കോർപ്പസ് കലോസം. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട 3 റീജിയൻസാണ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ വരുന്ന റീജിയൻസാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഈ സെറിബ്രത്തിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ്. ആ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സിനെയാണ് കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നത്. അടുത്തത് കോർപ്പസ് സ്പോഞ്ചിയോസം.
അപ്പോൾ ഈ കോർപ്പസ് സ്പോഞ്ചിയോസം എന്ന് പറയുന്നത് ഒരു സ്പോഞ്ചി ഇറക്റ്റൈൽ ടിഷ്യൂ. അത് പെനിസിനകത്ത് എന്താണ് യൂറിത്രയെ സറൗണ്ട് ചെയ്ത് കാണുന്ന സ്പോഞ്ചി ഇറക്റ്റൈൽ ടിഷ്യൂ ആണ് കോർപ്പസ് സ്പോഞ്ചിയോസം. കോർപ്പസ് സ്ട്രയേറ്റം എന്ന് പറയുമ്പോൾ അത് ഈ ബേസൽ ഗാംഗ്ലിയയിൽ കാണുന്ന വലിയ ന്യൂക്ലിയസിന്, ആ ന്യൂക്ലിയസ് ആയ ബേസൽ ഗാംഗ്ലിയ, അതിന് പറയുന്ന പേരാണ് കോർപ്പസ് സ്ട്രയേറ്റം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഓവുലേഷൻ ദി റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ഇൻടു എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതായത് ഓവുലേഷന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിള് ഒരു യെല്ലോ ബോഡി, അതായത് ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഇത് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് എൻഡോമെട്രിയ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. അത് പ്രധാനമായിട്ട് റിലീസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കോർപ്പസ് കലോസം. ഓക്കെ. ഇൻ റെസ്റ്റിംഗ് നെർവ് വാട്ട് ഈസ് ട്രൂ? അതായത് റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതായത് അത് പോളറൈസ്ഡ് എന്ന് പറയും. അപ്പോൾ ആ ന്യൂറോണിൻ്റെ ഇൻസൈഡ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ, പുറത്ത് പോസിറ്റീവായിരിക്കും. ഇതിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിവേഴ്സൽ ഓഫ് പൊളാരിറ്റി, ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ്, ഈ പൊളാരിറ്റി തിരിഞ്ഞു വരും. അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് വരും. അതിനാണ് ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. വീണ്ടും പോളറൈസ്ഡ് ആകുന്നതിനെയാണ് നമ്മൾ റീപോളറൈസ്ഡ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അഗെയിൻ. ഓക്കെ. അപ്പോൾ പോളറൈസ്ഡ്, ഡീപോളറൈസ്ഡ്, റീപോളറൈസ്ഡ്. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അതായത് 3 സോഡിയം അയോൺസ്, ഈ 3 സോഡിയം അയോൺസിനെ എന്ത് ചെയ്യുന്നു, 3Na+ പുറത്തോട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ അകത്തോട്ട് എത്ര പൊട്ടാസ്യം അയോൺസ് വരുന്നു? 2 പൊട്ടാസ്യം അയോൺസ് വരുന്നു. ഇതിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ്. നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്, അതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. എലോങ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ കൂടിയിടത്തിൽ നിന്ന് കുറഞ്ഞിടത്തോട്ട്. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എഗൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. ദാറ്റ് മീൻസ് അവിടെ കുറഞ്ഞിടത്തിൽ നിന്ന് കൂടിയിടത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് മെക്കാനിസത്തിലൂടെയാണ്. അതായത് 3 സോഡിയം പുറത്തോട്ട് പോകുമ്പോൾ 2 പൊട്ടാസ്യം അയോൺസ് അകത്തോട്ട് വരുന്നു. അപ്പോൾ ആൻസർ ബി. ഓക്കെ. Match the columns 1 and 2 and choose the correct combination from the options given. അതായത് കോളം 1 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ്, അതിന് എക്സാമ്പിൾസ് ആണ് കോളം 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ഓപ്ഷനാണ്. അതായത് ഫസ്റ്റ് യൂണിപോളാർ ന്യൂറോൺ, അതുപോലെ ബൈപോളാർ ന്യൂറോൺ, മൾട്ടിപോളാർ ന്യൂറോൺ, സീഡോ യൂണിപോളാർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ യൂണിപോളാർ ന്യൂറോൺ, ബൈപോളാർ ന്യൂറോൺ, മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഈ 3ലും ഒരു ആക്സോൺ മാത്രമേ കാണുകയുള്ളൂ. ഒരു ആക്സോൺ, ഈ 3ലും ഒരു ആക്സോൺ ഉണ്ട്. അപ്പോൾ യൂണിപോളാറിൽ ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ, അവിടെ ഡെൻഡ്രൈറ്റ് ഇല്ല. ബൈപോളാർ എന്ന് പറയുമ്പോൾ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും. മൾട്ടിപോളാർ എന്ന് പറയുമ്പോൾ ഒരു ആക്സോണും 2ലേറെ
ഡെൻഡ്രൈറ്റ്സ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി സ്യൂഡോ യൂണിപോളാർ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി യൂണിപോളാറാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ അത് ബൈപോളാർ പോലെ തോന്നും. അതായത് അത് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ട് സെൽ ബോഡിയിൽ നിന്നൊരു എക്സ്റ്റൻഷൻ വന്നിട്ട് അത് രണ്ടായിട്ട് മാറും. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റുമായിട്ട് മാറും. അതിൻ്റെ ഒരറ്റം ആക്സോണായിട്ട് ആക്റ്റീവ്, മറൊറ്റം ഡെൻഡ്രൈറ്റായിട്ട് ആക്റ്റീവ്. അതിനെയാണ് സ്യൂഡോ യൂണിപോളാർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ 3 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, യൂണിപോളാർ ന്യൂറോൺ കാണുന്നത് എവിടെയാണ്? എംബ്രിയോണിക് സ്റ്റേജിലാണ് കാണുന്നത്. ബൈപോളാർ ന്യൂറോൺ കാണുന്നത് റെറ്റിന ഓഫ് ഐ. മൾട്ടിപോളാർ ന്യൂറോൺ കാണുന്നത് സെറിബ്രൽ കോർട്ടെക്സ്. ഇനി സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ കാണുന്നത് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയയിലാണ് കാണുന്നത്. ഓക്കെ, match the columns 1 and 2 and choose the correct combination from the options given. അതിൽ കോളം 1 കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, മെഡുല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ, സെറിബ്രൽ അക്യൂഡക്റ്റ്. കോളം 2 ഹിൻബ്രെയിൻ, അസോസിയേഷൻ ഏരിയ, മിഡ് ബ്രെയിൻ, സിനാപ്റ്റിക് വെസിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതായത് സി ഓപ്ഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? അസോസിയേഷൻ ഏരിയയാണ്. അതായത് നമ്മുടെ ഫോർ ബ്രെയിനിൻ്റെ പാർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് പ്രധാനമായിട്ട്, പിന്നെ തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ബ്രെയിനിൻ്റെ പാർട്ടുമാണ്. അതൊരു എൻഡോക്രിൻ ടിഷ്യൂവും കൂടെയാണ്. അപ്പോൾ അതിൽ ഈ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ എന്താണ്? ഔട്ടർ റീജിയനെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കും. ഇന്നർ റീജിയന് സെറിബ്രൽ മെഡുല്ല എന്ന് പറയും. ഈ സെറിബ്രൽ കോർട്ടെക്സിൽ കാണുന്ന റീജിയനാണ്. സെൻസറി ഏരിയാസും ഉണ്ട്, മോട്ടോർ ഏരിയാസും ഉണ്ട്. സെൻസറിയും മോട്ടോറും അല്ലാത്ത ഏരിയാസിനാണ് നമ്മൾ വിളിക്കുന്നത് അസോസിയേഷൻ ഏരിയ എന്ന് പറയും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഏരിയയുടെ, മെമ്മറിയൊക്കെ അസോസിയേഷൻ ഏരിയയുടെ പ്രധാനപ്പെട്ട കൺട്രോളിൽ വരുന്നതാണ്. അടുത്ത് മെഡുല്ല എന്ന് പറയുന്നത് ഏതാണ്? ഹിൻ ബ്രെയിനിലാണ് വരുന്നത്. അതായത് നമ്മുടെ ഫോർ ബ്രെയിൻ പറഞ്ഞു, പിന്നെ കോർപ്പോറ കോഡ്രിജംന അതാണ് ഫോർ സെല്ലിങ്സ്, അതാണ് മിഡ് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട്. അതേസമയം ഹൈൻ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അവിടെ സെറിബെല്ലമുണ്ട്, പോൺസ് ഉണ്ട്, പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ മെഡുല്ല ഏതിൻ്റെ പാർട്ടാണ്? ഹൈൻ ബ്രെയിനിൻ്റെ പാർട്ടാണ്. അടുത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ആക്സോൺ ടെർമിനൽ, ഒരു ന്യൂറോൺ എന്ന് പറയുമ്പോൾ സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ആക്സോൺ ഉണ്ട്. ആക്സോൺ ടെർമിനൽസ് അതിനകത്ത്, അതായത് വെസിക്കിൾസ്, ആക്സോൺ ടെർമിനൽസിനകത്ത് കാണുന്ന വെസിക്കിൾസ്, അതിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് കാണുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അത് പ്രധാനമായിട്ട് അസറ്റൈൽ കോളിനായിരിക്കും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? സിനാപ്റ്റിക് വെസിക്കിൾസ്. അടുത്ത് സെറിബ്രൽ അക്യൂഡക്റ്റ്, അത് മിഡ് ബ്രെയിൻ. അപ്പോൾ ഈ മിഡ് ബ്രെയിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് കോർപ്പോറോ കോഡ്രിജംന, 4 സ്വെല്ലിങ്സ് ആണ്. അതിനകത്തൂടെ കടന്നു പോകുന്ന കനാലിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ അക്യൂഡക്റ്റ്. അപ്പോൾ ആൻസർ സി ഓപ്ഷൻ. ഓക്കെ, നിസിൽസ് ഗ്രാന്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ദി. അപ്പോൾ എന്താണ് നിസിൽസ് ഗ്രാന്യൂൾസ്? നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ മാസസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇറഗുലർ മാസസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഫൗണ്ട് ഇൻ ദി സെൽ ബോഡി ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. അതായത് ന്യൂറോൺ, അതായത് നെർവ് സെൽ, അതിൻ്റെ 3 റീജിയൻസാണ് സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺ. അതിൽ ആക്സോണിൽ ഏത് കാണില്ല? നിസിൽസ് ഗ്രാന്യൂൾസ് കാണില്ല. കാണുന്നത് സെൽ ബോഡിയിലും അതുപോലെ ഡെൻഡ്രൈറ്റ്സിലുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എ. അതായത് ഇതാണ് സെൽ ബോഡിയും ഡെൻഡ്രൈറ്റ്സ്, അതിലാണ് നിസിൽസ് ഗ്രാന്യൂൾ കാണുന്നത്. ഇവിടെ കാണുന്നില്ല. ആക്സോൺ പാർട്ടിലൊന്നും തന്നെ നിസിൽസ് ഗ്രാന്യൂൾസ് കാണുന്നില്ല. അപ്പോൾ ഈ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഈ ചാപ്റ്ററിലും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്.
ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. മറ്റ് പല ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഒരു ചെറിയ ചാപ്റ്ററാണ് ഇത് ഈ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, പിന്നെ നെർവ് ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ പഠിക്കാനുണ്ട്, പിന്നെ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ നോക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. ഇൻ ദിസ് സെഷൻ we are discussing some points and MCQs related with locomotion and movement. ലൈഫിൻ്റെ ഇപ്പോൾ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ് അല്ലേ, ഇതുപോലെയുള്ള ഒരു ഫണ്ടമെൻ്റൽ ഫീച്ചറാണ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി, എൻ്റയർ ബോഡി കാണിക്കും, സെല്ലിനുള്ള സൈറ്റോപ്ലാസം മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോക്കമോഷൻ എന്ന് പറയുമ്പോൾ അതൊരു വോളണ്ടറി മൂവ്മെൻറ്റാണ്. ലോക്കമോഷൻ എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറി മൂവ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഇൻ പ്ലേസ് ഓർ ലൊക്കേഷൻ. അതിനെയാണ് ലോക്കമോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ ലോക്കമോഷൻസും, all locomotions are movements. പക്ഷേ എല്ലാ മൂവ്മെൻറ്റ്സും ലോക്കമോഷൻ അല്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്കിതിൽ ചില ഇമ്പോർട്ടൻറ്റ് MCQs നോക്കാം. ക്വസ്റ്റ്യൻ: ദി ലിമിറ്റിംഗ് ബൗണ്ടറി ഓഫ് അഡ്ജസെൻ്റ് സാർക്കോമിയേഴ്സ്. അപ്പോൾ എന്താണ് സാർക്കോമിയർ? സാർക്കോമിയർ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി കൺട്രാക്ഷൻ ഓഫ് മയോഫൈബർ. മയോഫൈബറിൻ്റെ കൺട്രാക്ഷൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്, അതിനെയാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ മസിൽസ് പ്രധാനമായിട്ട് 3 ടൈപ്സ് ആണ്. അതായത് സ്കെലറ്റൽ മസിൽസ് ഉണ്ട്, വിസറൽ മസിൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അപ്പോൾ സ്കെലറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഈ മസിലിൻ്റെ അതിനകത്ത് കാണുന്ന മസിൽ ബണ്ടിൽസ് ഉണ്ട്. മസിൽ ബണ്ടിൽസിന് വിളിക്കുന്ന പേരാണ് ഫെസിക്കിൾ. ഈ ഫെസിക്കിളിനകത്ത് മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ലുണ്ട്. അത് എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അതിനകത്ത് കാണുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് മയോഫൈബ്രിൽ എന്ന് പറയും. ഈച്ച് മയോഫൈബ്രിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ ആൻഡ് ആക്റ്റിൻ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. ഈ മയോസിനും അതുപോലെ ആക്റ്റിൻ എന്ന് പറയുന്ന കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. ഈ മയോസിൻ ആൻഡ് ഏതാണ്? ആക്റ്റിൻ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്ട്രേറ്റഡ് അപ്പിയറൻസ് കൊടുക്കും. അപ്പോൾ ആ സ്ട്രേറ്റ് അപ്പിയറൻസിൻ്റെ നമ്മളൊരു സെക്ഷൻ എടുക്കുമ്പോൾ അതിന് 2ആയിട്ട് തിരിക്കാം. അതായത് അനൈസോട്രോപ്പിക് പാർട്ടും ഐസോട്രോപ്പിക് പാർട്ടും. അനൈസോട്രോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ ഈ തിക്ക് ഫിലമെൻ്റായ മയോസിനുമുണ്ട്, തിൻ ഫിലമെൻ്റായ ആക്റ്റിൻ ഫിലമെൻറ്റും ഉണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് കാണില്ല. അപ്പോൾ എ ബാൻഡിൽ ആക്റ്റിനുമുണ്ട് മയോസിനുമുണ്ട്, അതിൻ്റെ നടുക്ക് ആക്റ്റിൻ ഫിലമെൻറ്റ് കാണില്ല. അതിനെയാണ് നമ്മൾ H സോൺ എന്ന് വിളിക്കുക. ആ H സോണിലൂടെ കടന്നു പോകുന്ന ഒരു ത്രെഡാണ് M ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറവും കാണുന്ന പാർട്ടാണ് I ബാൻഡ്, ഐസോട്രോപ്പിക്. ഐസോട്രോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റിൻ ഫിലമെൻറ്റ് മാത്രമേ കാണുകയുള്ളൂ. ഈ ആക്റ്റിൻ ഫിലമെൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ത്രെഡാണ് നമ്മൾ Z ലൈൻ എന്ന് വിളിക്കും. അപ്പോൾ 2 Z ലൈൻ ഇടയ്ക്കുള്ള ഭാഗത്തിനെയാണ് സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ Z ലൈൻ. ഓക്കെ, മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ദോസ് ഓഫ് കോളം 2. കോളം 1 എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിനോവിയൽ ജോയിൻ്റാണ്. പലതരത്തിലുള്ള സിനോവിയൽ ജോയിൻ്റാണ്. അതായത് ജോയിൻറ്റ്സ് പ്രധാനമായിട്ട് 3 ടൈപ്സ് ആണ്. അതായത് ഫൈബ്രസ് ജോയിൻറ്റ്,
കാർട്ടിലേജിനസ് ആൻഡ് സിനോവിയൽ. അത് ഫൈബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഇമ്മൂവബിൾ ജോയിൻ്റ് ആണ്. ഇമ്മൂവബിൾ, അത് മൂവ് ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ സ്കൾ ബോൺസ് എല്ലാം തന്നെ ഫൈബ്രസ് ജോയിന് എക്സാമ്പിളാണ്. അതേസമയം വെർട്ടിബ്രൽ കോളത്തിൽ കാണുന്ന വെർട്ടിബ്രേ അത് കാർട്ടിലേജിനസ് ജോയിന് എക്സാമ്പിളാണ്. അത് ലിറ്റിൽ മൂവ്മെൻറ്റ്, വളരെ കുറച്ച് മൂവ്മെൻറ്റ് നൽകുന്നതാണ് വെർട്ടിബ്രൽ കോളത്തിലെ വെർട്ടിബ്രേ. ഇനി സിനോവിയൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൺസിഡറബിൾ മൂവ്മെൻറ്റ് തരുന്നതാണ്. അപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റി കിട്ടും. അപ്പോൾ അതാണ് സിനോവിയൽ ജോയിൻറ്റ്. ആ സിനോവിയൽ ജോയിൻ്റ് ആണ് ഈ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസാണ് കോളം 2-ൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്. ആൻസർ എ ഓപ്ഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 4 ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗർഡിൽ. അതായത് നമ്മുടെ ഈ ഷോൾഡർ ജോയിൻറ്റ്, അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റ്. ഈ ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും ഏതിന് എക്സാമ്പിളാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എക്സാമ്പിളാണ്. ഹിഞ്ച് ജോയിൻറ്റ് കൊടുത്തിരിക്കുന്ന ഏതാണ്? ആൻസർ കറക്റ്റായിട്ട് വരുന്നത് നീ ജോയിൻ്റ് ആണ്. നീ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽമുട്ട്, അതുപോലെ തന്നെ കൈമുട്ട്, എൽബോ ജോയിൻറ്റ്. അപ്പോൾ നീ ജോയിൻറ്റും അതുപോലെ തന്നെ എൽബോ ജോയിൻറ്റും ഏത് എക്സാമ്പിളാണ്? ഹിഞ്ച് ജോയിൻ്റ് എക്സാമ്പിളാണ്. അടുത്തത് സി, അതായത് പിവട്ട് എന്ന് പറയുന്നത് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഈ അറ്റ്ലസ് ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിൽ ഫസ്റ്റ് വെർട്ടിബ്രേക്ക് അതുപോലെ സെക്കൻഡ് വെർട്ടിബ്രേക്കും പറയുന്ന പേരുകളാണ് അറ്റ്ലസും അതുപോലെ ആക്സിസ്. അടുത്തത് ഏതാണ്? ഗ്ലൈഡിംഗ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ കാർപ്പൽസ്. അടുത്തത് ഏതാണ്? സാഡിൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 5 തരത്തിലുള്ള സിനോവിയൽ ജോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നീ ജോയിൻറ്റും എൽബോ ജോയിൻറ്റ്. പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സിനോവിയൽ ജോയിൻ്റ് എക്സാമ്പിൾ ഏതാണ്? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഗ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ കാർപ്പൽസ്. സൈഡിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഓക്കെ. Where are striated and involuntary muscles located in our body? അതായത് മസിൽസ് 3 ടൈപ്സ് ആണ്. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ വിസറൽ മസിൽസ്, കാർഡിയാക് മസിൽ. അതിൽ സ്കെലറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ അത് സ്ട്രയേറ്റഡ് ആണ്, വോളണ്ടറി ആണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. വോളണ്ടറി ആണ്, സ്ട്രയേറ്റഡ് ആണ്. അതേസമയം വിസറൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് അത് നോൺ സ്ട്രയേറ്റഡുമാണ്, ഇൻവോളണ്ടറി ആൻഡ് നോൺ സ്ട്രയേറ്റഡ് ആണ്. ഇനി കാർഡിയാക് മസിൽസ് എന്ന് പറയുമ്പോൾ അത് ഇൻവോളണ്ടറി ആൻഡ് സ്ട്രയേറ്റഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻവോളണ്ടറി ആൻഡ് സ്ട്രയേറ്റഡ് ആണ്. അപ്പോൾ അത് കാർഡിയാക് മസിൽസ് ആണ്. അപ്പോൾ അത് എവിടെയാണ് കാണുന്നത്? വാൾസ് ഓഫ് ദി ഹാർട്ട്. അപ്പോൾ ആൻസർ സി, വാൾസ് ഓഫ് ദി ഹാർട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ കാണുന്നത് സ്കെലറ്റൽ മസിലായിരിക്കും. രണ്ടാമത്തതിൽ ഏതായിരിക്കും? വിസറൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് ആയിരിക്കും. ഓക്കെ. മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ദോസ് ഓഫ് കോളം 2. കോളം 1 എല്ലാം തന്നെ ഡിസോർഡേഴ്സ് ആണ്. സ്കെലറ്റൽ ഡിസോർഡേഴ്സ് ആകാം, അല്ലെങ്കിൽ മസ്കുലാർ ഡിസോർഡേഴ്സ് ആകാം. ഓക്കെ. കോളം 2 അതിൻ്റെ എന്താണ്? സിംറ്റംസ് അല്ലെങ്കിൽ റീസൺസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അതായത് മയാസ്റ്റീനിയ ഗ്രേവിസ്. ഒന്നാമത്തത് ഡിസോർഡർ ഏതാണ്? മയാസ്റ്റീനിയ ഗ്രേവിസ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അത് എന്താണ്? പാരാലിസിസ് ഓഫ് സ്കെലറ്റൽ മസിൽ. അതാണ്
അതിൻ്റെ സിംറ്റം ഒന്ന് പാരാലിസിസ്. ഓക്കെ. രണ്ടാമത്തത് ടെറ്റനി. ടെറ്റനി എന്ന് പറയുമ്പോൾ എന്താണ്? ലോ കാൽഷ്യം അയോൺ ഇൻ ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ അതുവഴി റാപ്പിഡ് സ്പാസം ഉണ്ടാകും. ഓക്കെ. സി, ആർത്രൈറ്റീസ്. ആർത്രൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്. ജോയിൻറ്റിലെ ഇൻഫ്ലമേഷൻ, നമ്മൾ വാദം എന്നൊക്കെ പറയുന്നതാണ് ആർത്രൈറ്റീസ്. അടുത്തത് ഗൗട്ട്. ഗൗട്ട് എന്ന് പറയുമ്പോൾ അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അതും ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് തന്നെയാണ്, പക്ഷേ ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അടുത്തത് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്താണ്? ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. അതാണ് കാരണം. അതായത് ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ്? ബോൺസിൻ്റെ മാസ് കുറയുകയും അതുപോലെ ഫ്രാക്ചർ, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതൊരു ഏജ് റിലേറ്റഡ് ഡിസോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ഓപ്ഷൻ. ഓക്കെ. ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഓഫ് വെർട്ടിബ്രേ ഇൻ ദി വെർട്ടിബ്രൽ കോളം ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ നമ്മുടെ NCERT-ക്കകത്ത് ഇപ്പോഴത്തെ പുതിയ സിലബസിനകത്ത് വെർട്ടിബ്രൽ കോളത്തിൽ 26 വെർട്ടിബ്രേ ഉണ്ടെന്നാണ് പറയുന്നത്. 26. അപ്പോൾ പഴയ സിലബസിലൊക്കെ അത് 33 എന്നാണ്, പക്ഷേ ഇവിടെ 26 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കോക്സിജിയൽ എന്നാണ്. അതായത് സെർവിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നെക്ക് റീജിയൻ ഉള്ളതാണ്. അവിടെ 7 വെർട്ടിബ്രയാണ് കാണുന്നത്. സെർവിക്കലിൽ 7. തൊറാസിക് റീജിയൻ, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം പുറകിൽ, അതായത് അവിടെ 12 വെർട്ടിബ്രയാണ് കാണുന്നത്. അപ്പോൾ 7, ഇത് 12. ലംബാർ അബ്ഡോമിനൽ റീജിയൻ, അത് 5. പിന്നെ ഏറ്റവും പുറകില്ലാട്ട് താഴെയായിട്ട് സാക്രൽ, അത് 1 ആണ്. അത് 5 എണ്ണം ചേർന്നിട്ടാണ് 1. കോക്സിജിയൽ 1 ആണ്, അത് 4 ബോൺസ് ചേർന്നിട്ട്. ഈ സാക്രൽ 5 ബോൺസ് ചേർന്നിട്ട് 1, കോക്സിജിയൽ എന്ന് പറയുമ്പോൾ 4 എണ്ണം ചേർന്നിട്ട് 1. അപ്പോൾ ഇതാണ് ആൻസർ, കറക്റ്റ് ഓർഡറും നമ്പറും. അതായത് 7, 12, 5, 5 എണ്ണം ചേർന്ന് 1, ഇവിടെ 4 എണ്ണം ചേർന്ന് 1. ഓക്കെ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 5 MCQs ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ MCQസിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മസിൽ കൺട്രാക്ഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. അതായത് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറിയാണ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് തന്നെ എ ബാൻഡും ഐ ബാൻഡും പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു സ്റ്റിമുലസ് CNS നിന്ന് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഐ ബാൻഡിൻ്റെ ലെന്ത് റെഡ്യൂസ് ചെയ്യുന്നു. ഐ ബാൻഡിൻ്റെ ലെന്ത് റെഡ്യൂസ് ചെയ്യുക വഴിയാണ് മസിൽ കൺട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ ഇവിടെ മയോസിൻ ഫിലമെൻറ്റും ആക്റ്റിൻ ഫിലമെൻറ്റും തമ്മിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് എന്താണ്? ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ മാസ്ക്ഡ് ബൈ ദി ട്രോപ്പോനിൻ ഓഫ് ട്രോപ്പോമയോസിൻ. ഇത് ഈ ഇമ്പൾസ് വരുന്ന സമയത്ത് ആക്റ്റീവ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആകും. എക്സ്പോസ്ഡ് ആയിട്ട് മയോസിൻ ഹെഡുമായിട്ട് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുമ്പോൾ ATPയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. അതുവഴി മസിൽ കൺട്രാക്ഷൻ പോസിബിൾ ആകും. ഇനി ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യാനും ATP ആവശ്യമാണ്. അപ്പോഴാണ് മസിൽ റിലാക്സേഷൻ പോസിബിൾ ആകുന്നത്. ഇതാണ് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ അത് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട ഓരോ ഈവൻസും, അവിടെ ഇതിൻ്റെ കേസിൽ സ്റ്റെപ്സ് ആണ് നോക്കേണ്ടത്. സ്റ്റെപ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രക്ചേഴ്സും ഇതെല്ലാം നോക്കി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ആൾ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇൻ ദിസ് സെക്ഷൻ we are discussing some points and MCQs related with the chapter
കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ കെമിക്കൽ കോർഡിനേഷനും അതുപോലെ ഇൻ്റഗ്രേഷനും പോസിബിൾ ആകുന്നത് ത്രൂ ഹോർമോൺസ് ആണ്. ഹോർമോൺസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോർമോൺസ്? അപ്പോൾ ഹോർമോൺസിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്. ഹോർമോൺസ് നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്. കാരണം അതിൽ നമുക്ക് എനർജി ഒന്നും റിലീസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്സ്റ്റൻസുകളല്ല. അതാണ് നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ്. ദെൻ ദേ ആർ ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. ഇതെല്ലാം തന്നെ ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ്. ഒപ്പം നമ്മളതിനെ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ്, അതുപോലെ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സുമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്, വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ട്രേസ് എമൗണ്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ടാർഗറ്റ് ടിഷ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ എവിടെയാണോ സെക്രീറ്റ് ചെയ്യുന്നത് അത് തമ്മിൽ വളരെ ദൂരത്തിലായിരിക്കും. സോ ദേ ഹാവ് ടു ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ എ മീഡിയം. അത് നമ്മുടെ ഹ്യൂമൻസിലാണെങ്കിൽ ത്രൂ ബ്ലഡാണ്. പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓക്സിൻസ്, ജിബർലിൻസ്, അതുപോലെ സൈറ്റോകൈൻ, സബ്സിസിക് ആസിഡ്, ഇതൊക്കെ ഫ്ലോയം സാപ്പിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പ്ലാന്റ്സിലാണെങ്കിൽ ഫ്ലോയം സാപ്പിലൂടെയും നമ്മുടെ ബോഡിയിലാണെങ്കിൽ അത് ബ്ലഡിലൂടെയുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ടിഷ്യൂവിൽ നമ്മൾ ബ്ലഡിലൂടെ അത് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ടാർഗറ്റ് ടിഷ്യൂവിലെ അത് ആക്ട് ചെയ്യുകയുള്ളൂ. കാരണം ഇതിൻ്റെ റിസപ്റ്റേഴ്സ് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസപ്റ്റേഴ്സ് എന്താണ്? വളരെ സ്പെസിഫിക് ആണ്. ഹോർമോൺ സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ ഹൈപ്പോതലാമസ്, അപ്പോൾ നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈപ്പോതലാമസും അതിന് റിലേറ്റ് ചെയ്തു വരുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ പീനിയൽ ഗ്ലാൻഡ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഹെഡ് റീജിയനിലാണ് കാണുന്നത്. അതേസമയം തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡും നമ്മുടെ നെക്ക് റീജിയനിലാണ് കാണുന്നത്. തൈമസ് ചെസ്റ്റിൻ്റെ ഭാഗത്താണ് കാണുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് അഡ്രിനൽ ഗ്ലാൻഡും അതുപോലെ തന്നെ ഗൊനാഡ്സ്, അതൊക്കെ കാണുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലും. ടെസ്റ്റിസ് ആണെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തുമായിട്ടാണ് കാണുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഡക്റ്റ്ലെസ് ഗ്ലാൻഡാണ്, അതിന് ഡക്റ്റ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എവിടെയാണ്? ബ്ലഡിലൂടെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ടിഷ്യൂ ആണ് ഹൈപ്പോതലാമസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് റീജിയൻസ് ഉണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് പറയുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് പറയുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പാസ് നെർവോസ. ഇനി ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസ് രണ്ട് റീജിയൻസ് ഉണ്ട്. പാസ് ഡിസ്റ്റാലിസും അതുപോലെ പാർട്സ് ഇൻ്റർമീഡിയ. പാസ് ഡിസ്റ്റാലിസ് ആൻഡ് പാസ് ഇൻ്റർമീഡിയ. പാർട്സ് ഡിസ്റ്റാലിസ് 6 തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം പാർട്സ് ഇൻ്റർമീഡിയ ഒരു ഹോർമോൺ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഈ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഹോർമോൺസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും സ്റ്റോർ ചെയ്യുകയും ആവശ്യം വരുമ്പോൾ റിലീസ് ചെയ്യുകയുമാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാസ് നെർവോസയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്.
It stores and releases vasopressin and oxytocin secreted by hypothalamus. Okay. Match the hormones in list A with their function in list B and choose the correct option. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ, അതായത് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് രണ്ട് കാറ്റഗറിയിലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. അതായത് റിലീസിങ് ഹോർമോൺസും അതുപോലെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലീസിങ് ഹോർമോൺ അതിന് എക്സാമ്പിളാണ് GnRH. GnRH ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ആക്ട് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. അപ്പോഴാണ് ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യുന്നത്. ഇനി സൊമാറ്റോസ്റ്റാറ്റിൻ അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതൊരു ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ എക്സാമ്പിളാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസ് സ്റ്റോപ്പ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് എന്താണ്? റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അടുത്ത രണ്ടാമത്തത് ബി, പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഹൈപ്പർ കാൽസമിക് ഹോർമോണാണ്. ഹൈപ്പർ കാൽസമിക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ ഹൈപ്പർ കാൽസമിക് ആണ്. അതേസമയം തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോകാൽസിട്ടോണിൻ അത് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കും. സോ പാരാതൈറോയ്ഡ് ഹോർമോൺ ആൻഡ് തൈറോകാൽസിട്ടോണിൻ act antagonistically in the control of calcium levels in the blood. Okay. Then C, thymosin. എന്താണ്? അത് തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് T ലിംഫോസൈറ്റ് ഡിഫറൻസിയേഷൻ. അപ്പോൾ തൈമസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ്. നമ്മുടെ ബോഡിയിൽ ബോൺ മാരോയും അതുപോലെ തന്നെ തൈമസുമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. അതിന് ആൻറ്റിജൻ സെൻസിറ്റീവ് ആകുന്നത് അത് കുറച്ച് എവിടെ ഇരുന്നാണ്? ബോൺ മാരോയിലും കുറച്ച് തൈമസിലുമാണ്. അപ്പോൾ അതാണ് ഏതാണ്? T ലിംഫോസൈറ്റ് ഡിഫറൻസിയേഷൻ. അതേസമയം ബോൺ മാരോയിൽ ഇരുന്നാണെങ്കിൽ അതിന് B ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ. അടുത്തത് ഡി, കോർട്ടിസോൾ. കോർട്ടിസോൾ എന്താണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആണ്. അതായത് അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് റീജിയൻസ് ഉണ്ട്. അഡ്രിനൽ കോർട്ടെക്സും അതുപോലെ അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ മെഡുല്ല റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് കാറ്റക്കോലമൈൻസ് എന്ന് വിളിക്കും. അതായത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതേസമയം അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് നമ്മൾ കോർട്ടിക്കോയിഡ്സ് എന്ന് വിളിക്കും. ഈ കോർട്ടിക്കോയിഡ്സ് പ്രധാനമായിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഉണ്ട്, അതുപോലെ മിനറലോ കോർട്ടിക്കോയിഡ്സും ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിളാണ് കോർട്ടിസോൾ. മിനറലോ കോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ഇവിടെ കോർട്ടിസോൾ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. പിന്നെ മെലാട്ടോണിൻ എന്താണ്? ഡയൂർണൽ റിതം. മെലാട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. അത് ഡയൂർണൽ റിതം, അതായത് ഡേ നൈറ്റ്, അതായത് രാത്രിയും പകലും നമ്മൾ ആ 24 hours സൈക്ലിംഗ്, അതിനെയാണ് ഡയൂർണൽ റിതം എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ആൻസർ 3. Question, match the items in column A with the column B and choose the correct option. അപ്പോൾ ഇതിൽ കോളം എ എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അതിൻ്റെ സെക്രീഷൻസ് ആണ് കോളം ബിയിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഇത് എ ആണ്, ഓപ്ഷൻ എ ആണ്. അതായത് ഹൈപ്പോതലാമസ്. അപ്പോൾ അത് ന്യൂറൽ ടിഷ്യൂമാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു, 2 കാറ്റഗറിയിലുള്ള റിലീസിങ് ഹോർമോൺസും ഉണ്ട്, അതുപോലെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്. റിലീസിങ് ഹോർമോണിൻ്റെ എക്സാമ്പിളാണ് GnRH. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിന് എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. അപ്പോൾ ഹൈപ്പോതലാമസ്,
GnRH. അടുത്ത പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് 7 ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റാലിസ് 6 പാർട്സ് ഇൻ്റർമീഡിയ 1. അതേസമയം പാസ് നെർവോസ ഹോർമോൺസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിലൊന്നാണ് പ്രോലാക്റ്റിൻ. അടുത്തത് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സ് വരുന്നത് ഏതാണ്? കോർട്ടിക്കോയിഡ്സ്. അത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അഡ്രിനൽ കോർട്ടിക്കോയിഡ്സ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ്. അത് മിനറലോ കോർട്ടിക്കോയിഡ്സും ഉണ്ട്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന് മെയിൻ എക്സാമ്പിളാണ് കോർട്ടിസോൾ. അതുപോലെ മിനറലോ കോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോൺ. ഒപ്പം തന്നെ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സും അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്രിനൽ മെഡുല്ല, അതേതാണ്? കാറ്റക്കോലമൈൻസ്. അഡ്രിനാലിലും നോർ അഡ്രിനാലിൻ. അപ്പോൾ ആൻസർ എ. ഓക്കെ. Which of the following statement is correct in relation to the endocrine system? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അത് നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ഇൻ ട്രേസ് എമൗണ്ട് ദാറ്റ് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആർ നോൺ ആസ് ഹോർമോൺസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. നോൺ ന്യൂട്രിയൻ്റ് ആണ്, അത് ട്രേസ് എമൗണ്ട് ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ്, ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ, റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ, നമുക്കറിയാം അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല, പകരം ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്തത് സി, അഡിനോ ഹൈപ്പോഫൈസിസ് ഈസ് അണ്ടർ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദി ഹൈപ്പോതലാമസ്. അതായത് അവിടെ ഏതാണ്? അഡിനോ ഹൈപ്പോഫൈസിസ് അല്ല, ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് ആ ഹോർമോൺസ് എവിടെ എത്തുന്നു? ന്യൂറോ ഹൈപ്പോഫൈസിസ്, അതായത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിൽ എത്തുന്നത് ത്രൂ നെർവ് എൻഡിങ്സിലൂടെയാണ്. അതാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഈസ് അണ്ടർ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദി ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും. അതേസമയം അഡിനോ ഹൈപ്പോഫൈസിസ് ആണെങ്കിൽ ഹൈപ്പോതലാമസും അഡിനോ ഹൈപ്പോഫൈസിസും തമ്മിൽ പോർട്ടൽ സിസ്റ്റം വഴിയാണ് എന്താണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതായത് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? അതായത് ഒരു ഓർഗനിൽ കാപ്പിലറി ആയിട്ട് തുടങ്ങി മറ്റേ ഓർഗനിൽ കാപ്പിലറി ആയിട്ട്, അതായത് ബിഗിൻസ് ആസ് കാപ്പിലറീസ് ഇൻ വൺ ഓർഗൻ ആൻഡ് എൻഡ്സ് ആസ് കാപ്പിലറീസ് ഇൻ അനദർ ഓർഗൻ. അതിനാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള പോർട്ടൽ സിസ്റ്റം, അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. നിങ്ങൾ റീനൽ പോർട്ടൽ സിസ്റ്റം ഒക്കെ, അതുപോലെ ഹിപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊന്നാണ് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. ഇനി ലാസ്റ്റ്, ഓർഗൻസ് ഇൻ ദ ബോഡി ലൈക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, ഹാർട്ട്, കിഡ്നി ആൻഡ് ലിവർ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ഹോർമോൺസ്. അത് ഡു നോട്ട് പ്രൊഡ്യൂസ് എന്നല്ല, ഇതെല്ലാം തന്നെ, ഇതൊന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷെ ഇതെല്ലാം തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആൻസർ ഫസ്റ്റ് എ. ഓക്കെ. മാച്ച് ദി കോളം 1 വിത്ത് കോളം 2. കോളം 1-ലെല്ലാം ഹോർമോൺസിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കോളം 2-ലാണെങ്കിൽ ചില ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. ഓക്കെ, നോക്കാം. ഇൻസുലിൻ, അതെന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ആണ്. അപ്പോൾ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ഒരു പ്രധാനപ്പെട്ട എൻഡോക്രൈൻ, ഒരു യുണീക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. അതായത് പാൻക്രിയാസ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡാണ്. അതായത് അതിന് എൻഡോക്രൈൻ ടിഷ്യൂ ഉണ്ട്, എക്സോക്രൈൻ ടിഷ്യൂ ഉണ്ട്. എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ അറിയാം അത് ഡക്റ്റ് ഉള്ളതാണ്. അതിനെയാണ് നമ്മൾ അസിനാർ സെൽസ് എന്ന് വിളിക്കും. അത് പാൻക്രിയാറ്റിക് ജ്യൂസ് റിലീസ് ചെയ്യും. അപ്പോൾ പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ ടിഷ്യൂ, അതിനെ വിളിക്കുന്ന പേര് അസിനാർ സെൽസ്, അത് പാൻക്രിയാറ്റിക് ജ്യൂസ് റിലീസ് ചെയ്യും.
അതിൻ്റെ എൻഡോക്രൈൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗൺ, ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കും. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. അടുത്ത് രണ്ടാമത്തത് ബി, തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഗോയിറ്റർ. അതായത് തൈറോക്സിൻ എന്ന് പറയുമ്പോൾ T4, അതായത് അയഡിൻ്റെ കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും. അതിനെയാണ് ഗോയിറ്റർ, നമ്മൾ തൊണ്ടവീക്കം എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഗ്ലൂക്കഗൺ. ഗ്ലൂക്കഗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ്. നേരത്തെ പറഞ്ഞു, പാൻക്രിയാസിൻ്റെ ആൽഫ സെൽസാണ് ഗ്ലൂക്കഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ സെൽസാണ്. അത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും. അടുത്ത ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എന്താണ്? അക്രോമെഗലി, അതായത് ഫേഷ്യൽ ഡിസ്ഫിഗർമെൻറ്റ്, അതിനെയാണ് അക്രോമെഗലി എന്ന് വിളിക്കുന്നത്. അതൊരു എന്താണ്? ഹൈപ്പർ ആയിട്ടുള്ള, അതായത് എക്സസ് ആയിട്ട് ഏത് പ്രൊഡ്യൂസ് ചെയ്യും? എന്താണ്? ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക വഴിയാണ് ഏത് ഫോം ചെയ്യുന്നത്? അതായത് ഡിസ്ഫിഗർമെൻ്റ് ഉണ്ടാകുന്നത് ഈ അക്രോമെലിക്ക് കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ADHൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് കിഡ്നിക്ക് വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഒത്തിരി വാട്ടർ ലോസ് ഉണ്ടാകും. അതിനെയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ബി ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഈ ചാപ്റ്ററിലും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിലെ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ്? ഓരോ ചാപ്റ്ററിലും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പേരുകളും അതിൻ്റെ ഹോർമോൺസും നമ്മൾ പ്രൈമറിയെ പഠിക്കുക. ഒപ്പം അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസീസസ്, അതുപോലെ തന്നെ ഹോർമോൺ ആക്ഷൻ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.